പിടിച്ചിരുന്നോണം, എനിക്ക് സ്പീഡ് ഇത്തിരി കൂടുതലാ. വേഗം കേറ്. നീ വെള്ളവും ഗ്ലാസ്സൊക്കെ എടുത്തിട്ടില്ലേ? അതെ, നോക്കിയും കണ്ടുമൊക്കെ മേടിച്ച് വിഴുങ്ങണം. അവസാനം കണ്ണിന്റെ ബൾബും ഫീസായി വീട്ടിൽ കയറി വരരുത്. അപ്പോഴേ നീ വരുന്നില്ലല്ലോ, പിന്നെ എന്തിനാ ഇവിടെ കിടന്ന് തള്ളുന്നേ? ആ എല്ലാരും കേറ്, വണ്ടി വിടെ. പുറകെ പോയിരിക്കേ. ചെറിയ ഡീസലൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ. സ്റ്റോപ്പ്. വണ്ടിയുടെ പേപ്പറൊക്കെ കയ്യിലുണ്ടല്ലോ. അവസാനം എനിക്ക് ജോലി ഉണ്ടാക്കി വെക്കരുത്. പോ. അയ്യോ, പേടിച്ചേനെ. റാഷ് ഡ്രൈവിംഗ്. അമ്മവാ, വണ്ടിയുടെ പോക്ക് കണ്ട് അത്ര സുഖമായിട്ട് തോന്നുന്നില്ല. തിരിച്ചു വന്നെന്ന് പറയാം കേട്ടോ. കഴിവറ മോനെ. നീ ഇതെന്താ നിർത്തിയത്? ഇത് ഊട്ടിയല്ല. ഇതല്ല ഊട്ടിയെന്ന് എനിക്കും അറിയാം. വണ്ടി അതിന്റെ സ്വന്തം ഇഷ്ടത്തിന് നിന്നതാ. എല്ലാരും ഇറങ്ങണം, എന്നിട്ട് ശക്തമായിട്ടൊന്ന് തള്ളണം. ആര് തള്ളേ? ആർക്ക് വേണേലും തള്ളാം, അല്ലെങ്കിൽ ഇതാണ് ഊട്ടി എന്ന് വിചാരിച്ച് ഇവിടെ തങ്ങാം. ഇതാകെ വശപ്പശായല്ല. ചേട്ടാ, ചേച്ചി, എല്ലാരും കൂടെ ഒന്ന് ഉത്സാഹിച്ച് ഇറങ്ങി വാ. ഇത് വലിയ കഷ്ടായി പോയില്ല. ശല്യമാണ്. പിടിച്ചോ. ഇതെന്തിനാ എന്നെ പിടിച്ച് തള്ളണ ഇയാള്? ആരെ തള്ളാലും വണ്ടി വണ്ടി പിടിച്ച് തള്ള എന്റെ അമ്മാവാ. ഇതിന് ഊട്ടി വരെ തള്ള വരുമോ? നീ അത് കണ്ടോ? എന്ത്? ചുമ്മാതല്ല വണ്ടി ഇവിടെ നിന്നത്. എടാ, അന്ന് നമ്മൾ ഈ വഴിക്ക് സുലുവിനെ തട്ടിക്കൊണ്ടുവരാൻ ചെറുകരയ്ക്ക് പോയതോ. അതേ ചെറുകര 11 കിലോമീറ്റർ. അതിന്റെ ഓർമ്മയ്ക്കാ ഇവിടെ വന്നപ്പോ ഇതിന്റെ എഞ്ചിൻ. ഓ ശരി ശരി, ഫോഴ്സ് പോരാ, മുതലാളിയും കൂടി ഇറങ്ങി തള്ളണം. തള്ളാൻ. ഓ சார், நாங்க 12 பேர் இருக்கு. எங்க எல்லாம் அலைஞ்சு ரூம் கிடைஞ்சில்ல. இப்ப ரொம்ப லேட் ஆயிடுச்சு. இங்க ரூம் கிடைக்குமா? தா சில்ட்ரன்ஸ், லேடிஸ் எல்லாம் இருக்கு. ഡോർമിറ്ററി പോതുമാ? അതെന്താ ഡോർമിറ്ററി? നോ സെപ്പറേറ്റ് റൂംസ്. ഓൾ ഓഫ് യു ക്യാൻ സ്റ്റേ ടുഗദർ. എല്ലാരും കൂടെ ഒരുമിച്ച് ഒരു ഡബിൾ റൂം? അതൊന്നും വേണ്ട സേതു. ഇനി ഈ കാറ്റത്ത് നടക്കാൻ എന്നെ കൊണ്ട് വയ്യ. നമുക്ക് ഇവിടെ തന്നെ കൂടാം. എനിക്കൊരു സെപ്പറേറ്റ് റൂം വേണം. இங்க ഡോർമിറ്ററി மட்டும்தான் இருக்கு. உங்களுக்கு வேணுமா வேண்டாமா? വേണം. அட்ரஸ் போடா போடா. அண்ணாச்சி, இங்க சோடா கிடைக்குமா? கிடைக்காது. வேண்டாம். സേതു മാധവൻ. എന്തൊരു തണുപ്പണ്ട. മിക്സ് ചെയ്ത് കൊണ്ടത് നന്നായി. ഇവിടെ സോഡയില്ല, കീടിയില്ല. എല്ലാരും കൂടി ഇതിനകത്താണോ? നല്ല തമാശയായിരിക്കും. എല്ലാവർക്കും കൂടെ കഥകളൊക്കെ പറഞ്ഞ് രസിച്ച് ചിരിച്ചിരിക്കാം. പിന്നാലെ പറഞ്ഞില്ല. പിന്നെ നേരം വളരെ ആയി കിടന്ന് ഉറങ്ങാൻ നോക്കും. ആ പെണ്ണുങ്ങളൊക്കെ ഇങ്ങോട്ട് വരും, ആണുങ്ങളെ ഞങ്ങൾ അപ്പുറത്ത് കൂടിക്കോളാം. ചായ ചായ ചായ. ചായ ചായ ചായ. ഈ ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റും ചായ ഒന്നുമില്ല. കൊണ്ട് പഴവും ബ്രെഡൊക്കെ വെളിയിൽ നിന്ന് വാങ്ങിച്ചു. ചായ, ഇഡ്ഡലി ദോശ കഴിക്കണമെങ്കിൽ പോകുന്ന വഴി കഴിക്കാം. എളുപ്പം റെഡിയായി. ആശയ്ക്ക് ചെറിയൊരു പനി. പനി? ചായ വേണ്ട. ശരിയാ, ചെറിയ ചൂടുണ്ട്. അപ്പൊ പുറത്തേക്ക് ഇറങ്ങണ്ട. ധാരാളം ചൂടുവെള്ളം കഴിച്ചാൽ മതി, പനി മാറും. ഇംഗ്ലീഷ് മരുന്നൊന്നും കഴിക്കണ്ട കേട്ടോ. ആശയ്ക്ക് കൂട്ടിന് ആളില്ലല്ലോ, ഞാൻ ഇവിടെ നിക്കാം. ഞാൻ നിക്കാം. എനിക്ക് വയ്യ തണുപ്പത്ത് ഇറങ്ങി നടക്കാൻ. അത് മതി. എങ്കിൽ പുറപ്പെടാം. എന്ത് പറ്റി നോക്കട്ടെ. എന്താ എന്ത് പറ്റി? കുഴപ്പമായി തോന്നുന്നത്. ഈ ദുശകരം പിടിച്ചവനെ ആദ്യം അടിച്ച് പുറത്താക്കന്നെ ചെയ്തു. ഇവ കൈ തൊട്ടുണ്ടെങ്കിൽ വണ്ടിയല്ല എല്ലാം നിൽക്കും. കണ്ണാടി വെച്ചാൽ വണ്ടി ഓടിക്കാൻ. ഇത് 64 മോഡൽ തുക്കടാ വണ്ടിയാ. അപ്പൊ ഇടക്കിടക്ക് വണ്ടി നിൽക്കും. നീ അത് കളാ പ്രേമ. കാര്യം എന്താ നോക്ക്. ഫാൻ ബെൽറ്റ് പൊട്ടി മുതലാളി. ഇനി കട തുറന്ന് ഫാൻ ബെൽറ്റ് വാങ്ങി അത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ഇട്ട് 3 മണിക്കൂർ എടുക്കും ചുരുങ്ങിയത്. തൊലച്ചു. നമുക്കൊരു ടാക്സി പിടിച്ചു പോവാം. അതാ നല്ലത്. ചൂടുവെള്ളം കുടിച്ചാലൊന്നും പനി മാറൂല. ഞാനൊരു ഡോക്ടറെ കണ്ടു. ഒരു ഗുളിക എഴുതി തന്നിട്ടുണ്ട്, കഴിച്ചോളൂ.
എന്നോടുള്ള ഇഷ്ടക്കേട് മരുന്നിനോട് കാണിക്കണ്ട. അവരൊക്കെ ഇവിടെ? ഞാനൊരു സൂത്രപ്പണി ഒപ്പിച്ചു. കുട്ടിയുടെ പനിയായിരുന്നു എന്റെ മനസ്സ് നിറച്ച്. കഴിക്കുന്നേ. ഇത് നെറ്റിയിൽ പുരട്ടാം. എന്തു പറ്റി? ഇങ്ങ് തന്നച്ചാ മതി, ഞാൻ പരട്ടിക്കോളാം. ആയിക്കോട്ടെ. അവിടെയല്ല. എന്താ കാണിച്ചേ? സേതുട്ടിങ് വരട്ടെ. ഞാൻ കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നതാ. ഇന്നാണ് സന്ദർഭം ഒത്തു കിട്ടിയത്. എന്നെ പറ്റി താൻ എന്ത് വിചാരിച്ചു? എന്റെ ധൈര്യത്തിൽ ഈ തണ്ടിത്തരം കാണിച്ചേ? തണ്ടിത്തരല്ല, ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാര്യമാണ് ഞാൻ ചെയ്തത്. നോൺസെൻസ്. ഇന്ന് തന്റെ ജോലി തീരും. സേതുട്ട് വന്ന ഉടനെ ഞാൻ പറയും. വേണ്ട, ഞാൻ തന്നെ പറഞ്ഞേക്കാം. കുട്ടി, ഞാൻ അങ്ങനെ പേടിക്കുന്ന ടൈപ്പൊന്നുമല്ല. തെറ്റ് ചെയ്തു എന്ന തോന്നലുണ്ടെങ്കിലല്ലേ പേടിക്കണ്ടു. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഇഷ്ടപ്പെടുന്ന കുട്ടിയെ ഒന്ന് തൊട്ടു, അത്രയല്ലേ ഉള്ളൂ. ഇത് പറഞ്ഞിട്ട് ചാവുന്നെങ്കിൽ ചാവട്ടെ, ജീവൻ പോയാലും ശരി. മുതലാളിയോട് ഞാനിത് പറഞ്ഞിട്ട് എന്റെ ബാക്കി കാര്യം. വെരി ഗുഡ്. മുതലാളി എത്തിക്കഴിഞ്ഞു. ചൂടോടെ പറഞ്ഞേക്കാം. ഇവിടെ ഒരു അടിയും ബഹളവും കൊലപാതകവും ഉണ്ടാക്കി ഈ യാത്ര ഞാൻ കുളമാക്കി തരാം. ശരിയാ? ഓ, ടാക്സി യാത്ര മുതലാവൂല. അതുകൊണ്ട് ഞാനിങ്ങി പോന്നു. ഊണ് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. മുതലാളി, എന്നോട് ക്ഷമിക്കണം. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാനൊരു തെറ്റ് ചെയ്തു. തെറ്റോ? ഞാനത് മുതലാളിയോട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ മുതലാളിയോട് കാണിക്കുന്ന വലിയൊരു നന്ദി കേടായിരിക്കും അത്. നീ കാര്യം പറ. ഞാൻ മുതലാളിയുടെ ആരാ? നീ പറയുന്നേ പറയടാ. വെറും ഒരു ജോലിക്കാരൻ, വെറും ഒരു ഏറാമൂളി. അങ്ങനെയുള്ള ഞാൻ ഇന്ന് വണ്ടി നന്നാക്കി കഴിഞ്ഞ് ഇവിടെ വന്നു. നേരെ മുറ്റത്തൂടെ നടന്നു വന്ന് അപ്പോ മുതലാളിയുടെ സിസ്റ്റർ ഈ കസരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പനിയാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വഴിയിൽ നിന്ന് 1-2 ഗുളിക വാങ്ങിച്ചു കഴിക്കാൻ കൊടുത്തു. ഒരു കുപ്പി വിക്സും കൊടുത്തു നെറ്റി പുരട്ടാൻ. എന്നിട്ട് ഞാൻ ആ സത്യം മുതലാളിയുടെ സിസ്റ്ററിനോട് തുറന്നു പറഞ്ഞു. എന്ത്? തെറ്റ് എന്റേതാണ് മുതലാളി. നീ കാര്യം പറടാ. വണ്ടിയുടെ ഫാൻ ബെൽറ്റ് പൊട്ടിയിട്ടില്ലായിരുന്നു. വണ്ടിയുടെ ഫാൻ ബെൽറ്റ് പൊട്ടിയിട്ടില്ലായിരുന്നു. എന്റെ അശ്രദ്ധ കൊണ്ട് പൊട്ടിയെന്ന് തോന്നിപ്പോയതാ. അതുകൊണ്ടൊന്നുമില്ല. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ച? മനുഷ്യനെ വെറുതെ ടെൻഷൻ പിടിപ്പിക്കല്ലേ. വട്ട് തന്നെ. അവളെന്തിന് ചേച്ചി? ഞാൻ കണ്ടില്ല. കണ്ടില്ലേ? കടുകുമണിയാ കാണാതെ നിൽക്കാൻ. എടേ സുലു എവിടെയാടി? അവളെ ശ്യാമയുടെ വീട്ടിൽ അവളെങ്ങനെ പറഞ്ഞോ? ചാമയെ കഞ്ഞിയും എല്ലാത്തിനും ഞാൻ ഇവിടെ അടിച്ചിറക്കും.
ഞാനിവിടെ ഉണ്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്താ നമ്മൾ ഇതുപോലെ ഈ വാഴത്തോപ്പിൽ കണ്ടുമുട്ടാറുള്ളത്. അന്നും ഇന്നും അടിയോടിക്ക് വാഴക്കൃഷിയും മാത്രമേ താല്പര്യമുള്ളൂ എന്ന് തോന്നുന്നു. എന്താ വല്ലാതിരിക്കുന്നത്? അടിയോടിയുടെ വാഴ അയാൾ കണ്ട ഇപ്പൊ എന്നെ കൊല്ലും. എത്ര നേരായിന്നറിയോ ഞാൻ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്? അതാണ് ആ കാര്യം. ഞാനും നിന്റെ ചേട്ടൻ കൂടെ ജംഗ്ഷനിൽ ഒരു ഒളിച്ചു കളി നടത്തിയിട്ട് വരിക കുട്ടി. ഈ വാഴക്കറ പറ്റിയ മാറ്റം വലിയ പാടാണ്. സേതുട്ടിനൊക്കെ തമാശ കളിയാ. ഞാനൊന്ന് ഉറങ്ങിയിട്ട് ദിവസം എത്രയെന്നറിയാവോ? എന്റെ സുലു, നിനക്ക് വേവലാതി കുറച്ച് കൂടുതലാണ്. ഈ ലോകത്ത് ആരൊക്കെ എതിർത്താലും നമ്മൾ ഒരുമിച്ച് ജീവിക്കും. പിന്നെന്താ പ്രശ്നം? സേതുട്ട ഞാനൊരു പെണ്ണാ. എന്റെ സുലു, ഞാനൊരാണാണ്. ആകെയുള്ള ഒരേ ഒരു പ്രശ്നം ഫാക്ടറിയാണ്. ഇപ്പൊ എല്ലാം റെഡിയായി. ഇന്റർവ്യൂ നടത്തി ജോലിക്കാരെ എടുത്താൽ ഫാക്ടറി ചക ചക ചകാന്ന് വർക്ക് ചെയ്ത് തുടങ്ങും. അത് കഴിഞ്ഞ ഉടനെ കല്യാണം. ഈ ചക 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 എത്ര കാലം എടുക്കും? ഉടനെ എന്ന് വെച്ചാ എത്രയും പെട്ടെന്ന്. ആരുമില്ല. അടിയോടി ഓടിക്കോ, പിന്നെ കാണാം. ഓടിക്കോ. എടോ, താൻ ആ മുരിക്കലെ സേതുവിനെ ഇവിടെ എങ്ങനെ കണ്ടോ? അതാ നിൽക്കുന്നത്. എടീ, ഉറപ്പിച്ചു. ചെറുക്കൻ ദുബായിൽ ഓയിൽ കമ്പനിയിലെ ഫോർമാനാ. ഇത് മിഥുനമാസമല്ലേ, കർക്കിടകത്തിന് മുമ്പ് നടത്തണമെന്നാ അവര് പറയുന്നത്. അവളോട് കൂടെ ഒന്ന് ചോദിക്കണ്ടേ? വേണ്ട, ഇത്രയും നാളും കാത്തു. ഇനി ചോദ്യം ഉത്തരവൊക്കെ തീരുമാനിക്കും ഞാൻ തന്നെയാ. അത്രയധികം സ്നേഹാവനം ഉണ്ടായിരുന്നെങ്കിൽ പെരയിൽ നിറഞ്ഞ് ഓടി പൊളിച്ച് ഇവരോട് നിൽക്കത്തില്ലായിരുന്നു. 10 ദിവസത്തിനായി കല്യാണങ്ങൾ നടത്തിയിരിക്കും. ഈ ശിവരാമനാ പറയുന്നത്. എന്താ ശ്യാമ ഈ വഴിക്ക്? കാര്യങ്ങളാകെ കുഴപ്പത്തില. ആ. സുലു കരച്ചിലോട് കരച്ചില്. ഈ വരുന്ന 21-ാം തീയതി അവളുടെ കല്യാണം തീരുമാനിച്ചിരിക്കുക. അവളുടെ ചേട്ടൻ അവളെ ഏതാണ്ട് വീട്ടുതടങ്കിൽ വെച്ചിരിക്കുന്ന പോലെ. 21-ന് മുമ്പ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ചത്തുകളയെന്ന് പറഞ്ഞിരിക്കുക. രക്ഷിക്കാന്ന് പറഞ്ഞ കല്യാണം അല്ല, ഇത്ര പെട്ടെന്ന് ഞാൻ ഇല്ലെങ്കിൽ ഒന്നുകിൽ അവള് ചാവും, അല്ലെങ്കിൽ വേറൊരാൾ അവളെ കല്യാണം കഴിക്കും. അതാണ് ഞാൻ എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കൊള്ളാന്ന് പറ. ഏതാ ഈ കുട്ടി? ഒന്ന് പോയേ. നിന്റെ വല്ല അവിഹിത ബന്ധാണോ? പണ്ട് ഞാനും അതായിരുന്നടാ. മനുഷ്യന് ഭ്രാന്ത് പിടിപ്പിക്കാതെ പോവാൻ. ഏതായി കൾച്ചറില്ലാത്ത ആള്? ശ്യാമ ഒന്ന് പോയെ, ഞാൻ എത്തിക്കൊള്ളാന്ന് പറ. ശ്ശോ, പ്രേമ 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 നീ വന്നേ. എടാ, പാമ്പ് കടിച്ച എന്നെ ഇടിവെട്ടി. പഴഞ്ചൊല്ല് തിരിഞ്ഞുപോയി മുതലാളി. ഇടിവെട്ടിവനെ പാമ്പ് കടിച്ചു. പഴഞ്ചൊല്ല് തിരുത്താനല്ല ഞാൻ നിന്നെ വിളിച്ചത്. അല്ലേ? ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. ഞാനും അവസ്ഥയില. നിനക്കെന്താ അവസ്ഥ? അല്ല, മുതലാളിയുടെ അവസ്ഥയാണല്ലോ എന്റെ അവസ്ഥ. പ്രേമ വന്നേ. എന്താ? നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? മുതലാളി, പഞ്ചസാരക്ക് മധുരമുണ്ടോ, കൈപ്പയ്ക്ക് കയ്പുണ്ടോ, ഉപ്പിന് ഉപ്പുണ്ടോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. നിനക്ക് എന്നോട് യഥാർത്ഥ സ്നേഹമുണ്ടോ പ്രേമ? 4 വർഷം മുമ്പ് പണിയന്വേഷിച്ച് ടൗണിലെത്തിയ ഞാൻ വിശന്ന് പൊരിഞ്ഞ് ഒരു പീഡികത്തിനെ കിടക്കുമ്പോ മുതലാളി എന്നെ വിളിച്ചുകൊണ്ടുപോയി ചോറ് വാങ്ങി തന്നു. പിന്നെ എനിക്ക് പണി തന്നു. ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. മുതലാളി ഇപ്പൊ ഇത് ചോദിക്കാൻ കാരണം? പ്രേമ, എനിക്ക് നിന്റെ സഹായം വേണം. മുതലാളി, ഞാൻ നന്ദിയുള്ളവനാ. ആ നന്ദി ഞാൻ എന്നും കാണിക്കും, എന്തും ചെയ്യും. പറഞ്ഞു. എനിക്ക് ഞാനൊരു കല്യാണം കഴിക്കണം മുതലാളി. അല്ല, ഇതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഉണ്ടാവട്ടെ. അതൊരു രജിസ്റ്റർ മാരേജ് ആയിട്ടേ നടക്കൂ. അങ്ങനെ നടന്നാ മതി. അത് നടക്കണമെങ്കിലേ രജിസ്റ്റർ ഓഫീസിൽ പോണം. അതല്ല, വീട്ടുകാർക്കൊക്കെ എതിർപ്പാ. അപ്പൊ ആരും കാണാതെ അവളെ കടത്തിക്കൊണ്ട് വരണം. കടത്തിക്കൊണ്ട് വരണം മുതലാളി. ഒറ്റയ്ക്ക് അത് ചെയ്യാൻ എനിക്ക് ധൈര്യമില്ല. അതിനാ എനിക്ക് നിന്റെ സഹായം ആവശ്യം. സോറി മുതലാളി, ഇക്കാര്യത്തിന് എന്നെ കിട്ടില്ല. പ്രേമ, നീയല്ലേ പറഞ്ഞത് നന്ദി ഉണ്ട്, എന്ത് സഹായം വേണേലും. പക്ഷെ ഇത് പറ്റില്ല. അന്ന് ആ കുട്ടിയുടെ കത്ത് വന്നപ്പോ മുതലാളി പറഞ്ഞു മറ്റേ കത്താണോ മറച്ച കത്താണോ എന്ന് മുതലാളി തീരുമാനിച്ചോളാമെന്ന്. അധികം സ്വാതന്ത്ര്യം എടുക്കരുത് എന്ന് താക്കീതും ചെയ്തു. അതന്ന് അങ്ങനെ. അല്ല, ഞാൻ വേറെ എന്തും ചെയ്യാം. എനിക്കന്ന് അത്രക്ക് ഫീൽ ചെയ്തു മുതലാളി. സോറി പ്രേമ, ഐ എം റിയലി സോറി. നീ ഈ കാര്യത്തിൽ എന്നെ ഒന്ന് സഹായിക്കില്ലേ പ്ലീസ്? അപ്പോ എനിക്ക് സ്വാതന്ത്ര്യം എടുക്കാം. നീ അവളെ കടത്തിക്കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിച്ച് വീട്ടിൽ കയറ്റുന്നവരെയുള്ള കാര്യം പ്ലാൻ ചെയ്തോ?